മലപ്പുറത്തെ മനുഷ്യരോടാണ്, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരോടാണ്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മലയുടെ പുറത്താണ് എന്നത് ഒരു ഭൂപ്രകൃതിയാലുള്ള പ്രയോഗം മാത്രമല്ല. നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സൂചികകളുണ്ട്. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും മനോഹരമായ കഥകൾ പല സന്ദർഭങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ഇടങ്ങളിലുമൊക്കെ വളരെ പ്രസക്തമായി വന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങൾക്കിടയിലും അതുപോലെ ചർച്ചുകളും മസ്ജിദുകളും ഒക്കെയായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥകൾ ധാരാളമായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലും പല ഏറ്റുമുട്ടലുകളും പല കാലങ്ങളിൽ പല അബദ്ധങ്ങളിലൂടെ പല അവിവേകങ്ങളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ മുറിവുകളെയൊക്കെ വേഗത്തിൽ ഉണക്കി അത് പരിഹരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളോടുള്ള നിറഞ്ഞ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും മലപ്പുറത്തെ എല്ലാ മനുഷ്യരോടും പറയുകയാണ്, നിങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ ഒരു പരീക്ഷണശാലയായി പലതിലും മാറാൻ പോകുന്നത്. നിങ്ങളെ ബ്ലീഡ് ചെയ്യിക്കുന്നതിലൂടെയാണ് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ സാധ്യതകൾ തേടി എല്ലാവരും കോപ്പുകൂട്ടുന്നത്. നിങ്ങളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ചോരയും നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്ന വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ കനലുകളോ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന ചിലതിലൂടെയൊക്കെ കേരളത്തിലെ പലതും നെയ്തെടുക്കാം എന്നാഗ്രഹിക്കുകയാണ് ഒരുപാട് പേർ. അതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ നാട്ടിലേക്ക് മാത്രമായി കരുതി വരുന്ന പല ചടങ്ങുകളും. കുംഭമേള അടക്കമുള്ളവ അവിടെ വരുന്നത് അവിടെ തിരുനാവായ കടപ്പുറവും കടലും അല്ലെങ്കിൽ അവിടെ മാത്രമുള്ളതുകൊണ്ടല്ല. ആ സ്ഥലത്തിൻ്റെ കൂടി ഒരാഗ്രഹവും ചില താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളും ഉള്ളതിനോട് കൂടിയാണ്. ബാക്കി പലയിടങ്ങളിലും പരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഔഷധമൂല്യം അവിടെ പരീക്ഷിച്ചാൽ കിട്ടുമെന്ന തിരിച്ചറിവിലൂടെയാണ്. ആ തിരിച്ചറിവിൻ്റെ സാധ്യത, ആ വിദ്വേഷത്തിൻ്റെ സാധ്യത, ആ വെറുപ്പിൻ്റെ വിത്ത് നിങ്ങളെല്ലാവരും കൂടി ഒരുപോലെ ചേർന്ന് നിന്ന് അതിനെ തവിച്ച് കളയണം, കെടുത്തിക്കളയണം. അല്ലെങ്കിൽ അവിടെ നിന്നുത്ഭവിക്കുന്ന ചെറു തീക്കുണ്ടങ്ങൾ വലിയ അഗ്നിജ്വാലയായി പടർത്താൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഇനി വരുന്ന നാളുകളൊക്കെയും ഓരോ മണിക്കൂറിലും അതിൻ്റെ സാധ്യതകൾ തേടലാണ്. അവിടെ നിങ്ങൾക്കിടയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അത് ദേവാലയങ്ങളിലെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ വിശുദ്ധ റംസാൻ മാസം, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന സദക്കകൾ, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന സേവന പ്രവർത്തനങ്ങൾ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ കുറിക്കുന്ന ഫേസ്ബുക്കിലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വരികൾ ഒക്കെയും ഇതിനൊരു ഇന്ധനമായി, ഇതിനൊരവസരമായി ഒരുപാട് പേർ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടെ ചേർന്ന് നിൽക്കലിൻ്റെ ഒരവസരവും നഷ്ടപ്പെടുത്താത്ത വിധം, സ്നേഹബന്ധങ്ങളുടെ ഒരവസരവും നഷ്ടപ്പെടുത്താത്ത വിധം, സാമൂഹ്യ ബന്ധങ്ങളുടെയും അയൽബന്ധങ്ങളുടെയും ദേവാലയങ്ങളുടെയും ഒക്കെ ഒരു ചേർന്ന് നിൽക്കലിൻ്റെ മനോഹരമായ ഒരിടം. കഴിഞ്ഞ ദിവസം ഒരു പ്രയോഗം കണ്ടു, തങ്ങൾ നൂൽ എന്ന് പറഞ്ഞിട്ട്, തങ്ങൾ നൂലിനാൽ ചേർത്ത് വെച്ച മലപ്പുറം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരുപാട് കഥകൾ, ഒരുപാട് ചരിത്രങ്ങൾ, പഴയ കാലത്തിൻ്റെ പോരാട്ട വീര്യങ്ങളെയൊക്കെ പുതിയ നിറം നൽകി, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഷയും പേരും നൽകി അവിടെയൊക്കെ ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നാട്ടിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് വർഗീയ സംഘർഷങ്ങൾ ഒരു കാലത്ത്. പക്ഷേ അവിടുത്തെ സംഘർഷങ്ങളുടെ കഥകളൊന്നും ആരും അത്രമേൽ ആവേശത്തോടെ പറയാറില്ല. എൻ്റെ നാട്ടിലും ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കൊല്ലത്തും അതുപോലെ തന്നെ തങ്കശ്ശേരിയിലും പിന്നെ അങ്ങ് പൂന്തുറയിലും ഭീമാപ്പള്ളി പ്രദേശത്തും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്രമേൽ ആവേശത്തോടെ ആരും പങ്കുവെക്കില്ല. കാരണം വളരെ ലളിതമാണ്. നിങ്ങളിൽ നിന്നാണ് അത് ഉത്ഭവിക്കേണ്ടത് എന്ന ഉറച്ച ബോധ്യം ഈ വിദ്വേഷവും ഈ രാഷ്ട്രീയ സമവാക്യങ്ങളും എഴുതി വച്ചിരിക്കുന്നവർക്കുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഞാനീ പറയുന്ന സന്ദേശം നിങ്ങളുടെ കാതുകളിൽ ഇതിൻ്റെ എക്സിക്യൂഷന് മുമ്പ് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ദൗത്യം. അതുകൊണ്ട് കുംഭമേളയായാലും റമളാനായാലും അതുപോലെ ബാക്കി വിശേഷപ്പെട്ട ദിവസങ്ങളായാലും വ്യക്തിപരമായി വിശേഷമുള്ള ദിവസങ്ങളായാലും സാമൂഹ്യ ബന്ധങ്ങളായാലും എല്ലാം ശ്രദ്ധയോടെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ നിങ്ങൾ ആ ചേർന്ന് നിൽക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ മലയുടെ പുറത്താണെന്ന ബോധ്യത്തോടെ ചേർന്ന് തന്നെ പിടിച്ചിരിക്കണം. സാധാരണ നമസ്കാരങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ, അതായത് ഇടയ്ക്ക് സ്പേസ് കൊടുത്താൽ അവിടെ ഷെയ്ത്താനിരിക്കും, അടുത്തടുത്തിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചേർന്ന് തന്നെ നിൽക്കണം, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. കുറഞ്ഞപക്ഷം ഈ ഏപ്രിൽ മെയ് മാസം വരെയെങ്കിലും ചേർത്ത് തന്നെ പിടിച്ചു പോകണം.
നിങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത ജാതികളുണ്ടായിക്കൊള്ളട്ടെ, വ്യത്യസ്ത മതങ്ങളുണ്ടായിക്കൊള്ളട്ടെ, വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടായിക്കൊള്ളട്ടെ, വ്യത്യസ്ത ആചാരാനുഷ്ഠാനം ഉണ്ടായിക്കൊള്ളട്ടെ, വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക സ്ഥിതി എല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ സാറിന് പറയുമല്ലോ, കേരളൈറ്റ് എന്ന് പറയുന്നത് പോലെ, മലപ്പുറൈറ്റ് എന്ന് പറയാവുന്നത് പോലെ ഒരു മനോഹരമായ സന്ദേശം കേരളത്തിന് നൽകാൻ ചേർന്ന് നിൽക്കലിൻ്റെ ഇടങ്ങൾ ക്ലബ്ബുകളും യുവജന സംഘടനകളും സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും എല്ലാം പുലർത്തണം എന്നാണ് ഏറ്റവും വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മനസ്സിലാകും അതിൻ്റെ ഗൗരവം എന്നെനിക്കുറപ്പുണ്ട്.